വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പം നമ്മൾ ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബയോളജി സെഷനിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. ചെറിയ ടോപ്പിക് ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്. ആദ്യം തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ? നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഡ്രസ്സ് എല്ലാം കൂടെ നമ്മൾ അലമാരയിൽ മടക്കി വെക്കുന്നു. അപ്പോൾ എല്ലാം ഒന്നിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ചുരിദാർ ഇടേണ്ട സമയം കാണും, അല്ലെങ്കിൽ ഞാൻ ജീൻസ് ഇടുന്ന സമയം കാണും, സാരി ഉടുക്കേണ്ട സമയം കാണും. ഇതെല്ലാം ഒന്നിച്ചു കൂട്ടി വെക്കുവാണെങ്കിൽ എനിക്കത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഒരു സെക്ഷനിൽ മൊത്തം സാരികൾ വെക്കുന്നു, മറ്റൊരു സെക്ഷനിൽ മൊത്തം ചുരിദാറുകൾ വെക്കുന്നു, മറ്റൊരു സെക്ഷനിൽ മൊത്തം ഞാൻ എൻ്റെ ജീൻസും ടോപ്പും വെക്കുന്നു. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ജീൻസ് വേണമെന്ന് തോന്നുമ്പോൾ പോയി എടുക്കാനുള്ളൊരു ആക്സസിബിലിറ്റി കൂടുതലില്ലേ? ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലും ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജീവികളെയും, പ്ലാന്റ്സിനെയും അനിമൽസിനെയും മറ്റെല്ലാ ജീവികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റിവെക്കുന്നത്? നമ്മൾ ഈ മാറ്റിവെക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മൾക്ക് അവരെ പറ്റി പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കണം. ഓക്കെ, നമുക്ക് അവരെ പറ്റി പഠിക്കാൻ ഈസി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ ലോകത്തിൽ കോടിക്കണക്കിന് ജീവികളുണ്ട്. അപ്പോൾ ഇത്രയും ജീവികളുടെയും ഓരോരുത്തരുടെയും ക്യാരക്ടർ എടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഇവരെ എന്ത് ചെയ്യുവാണ്, ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവരുടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറയാം. ഫോർ എക്സാമ്പിൾ, മനുഷ്യന്മാരെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ദേഹത്ത് രോമം ഉണ്ടാവും, ബോഡി ഹെയർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. നമുക്ക് അപ്രൈറ്റ് പൊസിഷനാണ്, നമ്മൾ രണ്ട് കാലിൽ നിൽക്കുന്ന ജീവികളാണെന്ന് പറയാം അല്ലേ? നമുക്ക് ബൈലാറ്ററൽ സിമെട്രി ആണെന്ന് പറയാം. ഞാൻ പറയുന്ന ടേമുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. എന്നാലും ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. അപ്പോൾ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് മനുഷ്യന്മാരെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് രണ്ട് ചെവികളുണ്ടെന്ന് പറയാം. ആ ചെവികൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയാം അല്ലേ? നമുക്ക് വെൻട്രൽ പൊസിഷനിൽ ഹാർട്ട് ഉണ്ടെന്ന് പറയാം അല്ലേ? നമുക്ക് ഹാർട്ട് ഉണ്ടെന്ന് പറയാം, സിംഗിൾ ഹാർട്ടാണെന്ന് പറയാം, രണ്ട് കിഡ്നി ഉണ്ടെന്ന് പറയാം. അങ്ങനെ മനുഷ്യന്മാരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കോമൺ കാറ്റഗറിയിൽ സിമ്പിളായിട്ട് പറയാം. പക്ഷേ നമ്മൾ ഓരോരോ വ്യക്തികളെ എടുത്ത് പറയുവാണെങ്കിലോ നമുക്കത് ബുദ്ധിമുട്ടാവില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ക്യാരക്ടേഴ്സ് ഓരോരുത്തരുടെയും പേരിട്ട് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അത് പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെന്നുള്ളൊരു സിംഗിൾ കാറ്റഗറിയിൽ ഇവരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെയും ഉദ്ദേശം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെയും അനിമൽസിനെയും നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നു. ഓരോ ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ ചെറിയ വ്യത്യാസം കാണിച്ചെന്ന് വരാം. അങ്ങനെ വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും, അതൊരു എക്സെപ്ഷനാണ്, ഒരു വ്യത്യസ്തനായ ആളാണ് ഇന്നയാളെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു RBC, മനുഷ്യന്മാരുടെയും മറ്റ് ജീവികളുടെയും RBCയിൽ എന്തില്ല എന്ന് നമ്മൾ പഠിച്ചു, ന്യൂക്ലിയസ് ഇല്ലെന്ന് പഠിച്ചു. അത് RBCയുടെ ഒരു കോമൺ ക്യാരക്ടറാണ്. പക്ഷേ ക്യാമൽ, ലാമ പോലുള്ള രണ്ട് ജീവികളുടെ ബോഡിയിൽ RBC ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, എന്താണ്, RBC ഈസ് ഡിവോയിഡ് ഓഫ് ന്യൂക്ലിയസ്. RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. എന്നിട്ട് നമ്മൾ എക്സെപ്ഷൻ പഠിച്ചു, ക്യാമൽ, ലാമ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആനിമൽസിൻ്റെ ഗ്രൂപ്പിനെയും ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, അവരുടെ ക്യാരക്ടേഴ്സ് പഠിക്കുന്നു. എന്നിട്ട് അതിൽ ആർക്കെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സെപ്ഷൻ പഠിക്കുന്നു. ഇതാണ് നമ്മൾ ബേസിക്കലി ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ടോപ്പിക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോട്ട് എടുക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ ബയോളജി എന്ന് പറയുന്ന വാക്ക് തന്നെ ബേസിക്കലി വന്നത് മറ്റ് രണ്ട് വാക്കുകളിൽ നിന്നാണ്. അതായത് ബയോസും ലോഗോസും. ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ലൈഫ് അല്ലെങ്കിൽ ലിവിങ് എന്നാണ്. ജീവൻ, ജീവിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ് ബയോസ് എന്ന് പറയുന്ന വാക്കിന് വരുന്നത്. ലോഗോസ് എന്ന് പറയുന്ന വാക്ക് ബയോളജി, സുവോളജി, LOGY, അത് സ്റ്റഡീസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ LOGY എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ലോഗോസ് എന്ന് പറയുന്ന വാക്ക് സ്റ്റഡീസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വന്നു, ബയോസും ലോഗോസും ഒന്നിച്ചു വന്നു. എന്താണ് ബയോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടേം അല്ലേ? ഈ ടേമിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം. ജീവനെ പറ്റി അല്ലെങ്കിൽ ജീവിക്കുന്ന ജീവികളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന സയൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബയോളജി. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ബയോസ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ബയോളജി എന്ന് പറയുന്ന ടേം വന്നത്. ബയോളജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ബയോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാണ് ബയോളജി എന്ന് പറയുന്ന ടേം ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചത്? അപ്പോൾ ബയോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് രണ്ടാൾക്കാർ കൂടിയിട്ടാണ്. ഓക്കെ, രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് ബയോളജി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. അവരുടെ പേരുകൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ആളുടെ പേര് ലാമാർക്ക്. എന്താണ്? ലാമാർക്ക്. രണ്ടാമത്തെ ആളുടെ പേരാണ് ട്രിവിറാനസ്. എന്താണ്? ട്രിവിറാനസ്. അപ്പോൾ ബയോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് രണ്ടാൾക്കാരാണ്. ആദ്യത്തെ ആളുടെ പേര് ലാമാർക്ക്, രണ്ടാമത്തെ ആളുടെ പേര് ട്രിവിറാനസ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു ബയോളജി എന്ന് പറയുന്ന വാക്ക് വന്നത് രണ്ട് ടേംസിൽ നിന്ന്, ബയോസും ലോഗോസും. രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ അതിനെ ബയോളജി എന്ന് വായിച്ചു. ബയോളജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ബയോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് രണ്ടാൾക്കാരാണ്. ആദ്യത്തെ ആളാണ് ലാമാർക്ക്. ആദ്യത്തെ ആളാരാണ്? ലാമാർക്ക്. രണ്ടാമത്തെ ആളുടെ പേരാണ് ട്രിവിറാനസ്. രണ്ടാമത്തെ ആളുടെ പേര് ട്രിവിറാനസ്. ഓക്കെ, ഇനി ബയോളജി തന്നെ നമുക്ക് രണ്ട് മേജർ ക്ലാസ്സുകളായിട്ട് തിരിക്കാം. ഇതല്ലാതെ തന്നെ ഇപ്പോൾ മൈക്രോ ബയോളജി, അങ്ങനെ ഒരുപാട് ഏരിയാസും ഉണ്ട്. നമ്മുടെ മൈക്രോ ബയോളജി ഉണ്ട്, പിന്നെന്തുണ്ട്, നമ്മുടെ എൻവിറോൺമെൻറ്റിൻ്റെ പാർട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബയോടെക്നോളജി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടുകളായിട്ട് നമുക്ക് ബയോളജിയെ തിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ബയോളജിയെ രണ്ട് മേജർ ബ്രാഞ്ചുകളായിട്ട് നമ്മൾ തിരിക്കുന്നത്. ആദ്യത്തേത് സുവോളജി, രണ്ടാമത്തേത് ബോട്ടണി. ബയോളജിയെ നമ്മൾ രണ്ട് മേജർ ബ്രാഞ്ചുകളായിട്ട് തിരിക്കുന്നു. ആദ്യത്തേത് സുവോളജി, രണ്ടാമത്തേത് ബോട്ടണി. സുവോളജി എന്ന് പറയുമ്പോൾ അത് സ്റ്റഡി ഓഫ് അനിമൽസ് ആണ്. സ്റ്റഡി ഓഫ് അനിമൽസ് ആണ് നമ്മൾ സുവോളജി എന്ന് പറയാം. മൃഗങ്ങളെ പറ്റി പഠിക്കുന്ന ബയോളജി എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ ജീവനുള്ള എല്ലാ സാധനങ്ങളെയും പറ്റി പഠിക്കുന്നു. അതിൽ തന്നെ മൃഗങ്ങളെ പറ്റി അല്ലെങ്കിൽ അനിമൽസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ അതിനെ സുവോളജി എന്ന് വിളിക്കും. അനിമൽസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? സുവോളജി എന്ന് വിളിക്കും. പക്ഷേ പ്ലാന്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ബോട്ടണി എന്ന് വിളിക്കും. അപ്പോൾ ബോട്ടണി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പറഞ്ഞു? ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ബയോളജി എന്ന് പറയുന്ന വാക്ക് രണ്ട് വാക്കുകളിൽ നിന്ന് വന്നു, ബയോസും ലോഗോസും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുന്ന ബയോളജി എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം സ്റ്റഡി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം എന്നാണ്. ബയോളജി രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് കോയിൻ ചെയ്തത്, ലാമാർക്കും ട്രിവിറാനസും. ബയോളജിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സുവോളജി, ബോട്ടണി. സ്റ്റഡി ഓഫ് അനിമൽസിനെ നമ്മൾ സുവോളജി എന്ന് വിളിക്കും. സ്റ്റഡി ഓഫ് പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ബോട്ടണി എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ ഫാദർ ഓഫ് ബയോളജി. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ബയോളജി ആരാണെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബയോളജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പം നിങ്ങളോട് ഫാദർ ഓഫ് ബയോളജി ആരാന്ന് ചോദിച്ചാലും ഫാദർ ഓഫ് സുവോളജി ആരാന്ന് ചോദിച്ചാലും നിങ്ങൾ ആരുടെ പേര് പറയണം? ഒരേ ആളുടെ പേരാണ് പറയണത്, അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഈസ് ദ ഫാദർ ഓഫ് ബയോളജി ആസ് വെൽ ആസ് ഫാദർ ഓഫ് സുവോളജി. ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി രണ്ടും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് ബയോളജിയും ഫാദർ ഓഫ് സുവോളജിയും അരിസ്റ്റോട്ടിലാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? ഫാദർ ഓഫ് ബോട്ടണി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പേര് തിയോഫ്രാസ്റ്റസ്. എന്താണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ്. ഓക്കെ, ഇത് ഓർക്കാൻ വേണ്ടി ഞാനൊരു വഴി പറഞ്ഞുതരാം. അത്ര നല്ല അടിപൊളി ടെക്നിക്കൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അതായത് ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് ബയോളജിയും അരിസ്റ്റോട്ടിൽ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർക്കുക. അപ്പം നമുക്ക് ഫാദർ ഓഫ് സുവോളജി അരിസ്റ്റോട്ടിലാണ് നമ്മൾ പഠിച്ചു. ഫാദർ ഓഫ് സുവോളജി ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ നമുക്കിനി ഡൗട്ട് വരാൻ പോകുന്നത്
ഫാദർ ഓഫ് ബയോളജി ആരാണ്? ഫാദർ ഓഫ് സുവോളജി ആണോ അതോ ബോട്ടണി ആണോ എന്നുള്ളതായിരിക്കും നമുക്ക് ഡൗട്ട് വരാൻ പോകുന്നത്. നമ്മളിത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കൂ, നമ്മുടെ ലിവിങ് വേൾഡിൽ പ്ലാന്റ്സും ഉണ്ട് അനിമൽസും ഉണ്ട്. നമുക്കറിയാം ഒബ്വിയസ്ലി പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് നടത്തുന്നത്, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പ്ലാന്റ്സ് തന്നെയാണ്. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാ? നമ്മൾ അനിമൽസ് അല്ലേ? അല്ലേ? ഇപ്പോൾ ഒരു പ്ലാന്റ് ഇവിടെ നിൽക്കുന്നു, ഈ പ്ലാന്റിനെ ഒരു മാൻ തിന്നണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ആരാ? പ്ലാന്റ് ആണോ മാനാണോ? മാനാ അല്ലേ? ഈ പ്ലാന്റ് ഞാൻ പറിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ആരാ? ഞാനാ. അപ്പം സുപ്പീരിയർ ആരാണ്? അനിമൽസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്ന സുപ്പീരിയർ ആരാണ്? അനിമൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സുവോളജിയും ഫാദർ ഓഫ് ബയോളജിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാദർ ഓഫ് ബയോളജി തന്നെ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങ് പിടിച്ചെടുത്താന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ബയോളജിയും ഫാദർ ഓഫ് സുവോളജിയും ആര് തന്നെയാണ്? അരിസ്റ്റോട്ടിലാണ്. ഇനി ബോട്ടണി. ബോട്ടണി നമുക്കറിയാം, നമ്മൾ പുല്ലൊക്കെ നമ്മൾ കുറേ പറിച്ച് കളഞ്ഞു. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത പുല്ലും ചെടികളും ഒക്കെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് തീയിടും അല്ലേ? പുല്ലും ചെടിയും മരങ്ങളും ഒക്കെ നമ്മൾ വെട്ടിയിട്ട് എന്ത് ചെയ്യും? വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് തീയിടും. അപ്പോൾ മരം എപ്പോഴും തീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫാദർ ഓഫ് ബോട്ടണി, മരങ്ങളെ പറ്റി പഠിക്കുന്ന ഫാദർ ഓഫ് ബോട്ടണി എന്താണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ്. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് സുവോളജിയും ഫാദർ ഓഫ് ബയോളജിയും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പക്ഷേ ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പുതിയ ഒരു ടേം പഠിക്കുകയാണ്, അതാണ് ടാക്സോണമി. ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവികളെ ഒരു പുതിയ ജീവിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, നമ്മൾ വഴി കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ജീവിയെ നമ്മൾ കണ്ടു, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ജീവിയെ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ ദ സയൻസ് ഓഫ് naming, describing and classifying the organism is known as taxonomy. ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവിയുടെ പേരിടുക. എങ്ങനെ പേരിടും? ചുമ്മാ നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഒരു പേരിട്ടതുപോലെ ഇടാൻ പറ്റുമോ? അങ്ങനെയല്ല. നമുക്ക് ഓരോ ജീവികൾക്കും പേരിടാൻ വേണ്ടിയിട്ട് ഓരോ കണ്ടീഷൻ ഉണ്ട്. ആ ജീവി ഏത് ഫാമിലിയിലെയാണെന്ന് നോക്കണം. കുരങ്ങൻ്റെ കൂട്ടത്തിൽ വരുന്നതാണോ, അതായത് കുരങ്ങനുമായിട്ടാണോ അതിന് സാമ്യം, പൂച്ചയുമായിട്ടാണോ അതിന് സാമ്യം, അല്ലെങ്കിൽ നമ്മുടെ പട്ടിയുമായിട്ടാണോ അതിന് സാമ്യം, അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എല്ലാ ജീവികളെയും പല പല കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. പക്ഷെ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ജീവികളെയും നമ്മൾ ബേസിക്കായിട്ട് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പ്ലാന്റ്സ്, അത് കഴിഞ്ഞിട്ട് ആനിമൽസ് അല്ലേ? ബേസിക്കായിട്ട് നമുക്ക് പ്ലാന്റ്സ് ആനിമൽസ് എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഈ ആനിമൽസിനെ തന്നെ നമുക്ക് പിന്നെയും എന്ത് തിരിക്കാം? പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം അല്ലേ? പ്ലാന്റ്സിനെ നമുക്ക് എന്ത് തിരിക്കാം? പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഈ ഗ്രൂപ്പുകളെല്ലാം നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രത്യേകത കാണും. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സിൽ തന്നെ നമ്മുടെ പുല്ല് പോലെ അല്ലെങ്കിൽ പായൽ പോലെ കിടക്കുന്ന സാധനങ്ങൾ കാണും. പായലുകൾ പോലെ കിടക്കുന്ന ചെടികളെ നമ്മൾ ആൽഗ എന്ന് വിളിക്കും. ഇനി ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ കാണും, അവരെ നമ്മൾ ആൻജിയോസ്പേം എന്ന് വിളിക്കും. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ് അല്ലേ? അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടി ഉണ്ടാവും, പൂക്കൾ ഇല്ലാത്ത ചെടി ഉണ്ടാവും. അനിമൽസിൽ തന്നെ 4 കാലിൽ നടക്കുന്ന അനിമൽസ് ഉണ്ട്, 2 കാലിൽ നടക്കുന്ന അനിമൽസ് ഉണ്ട് അല്ലേ? 2 ചെവികളുള്ള അനിമൽസ് ഉണ്ട്, ചെവി ഇല്ലാത്ത അനിമൽസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ജീവികളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ജീവിയെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ കാണാൻ ആമയെ പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവരെ കൊണ്ടുവന്ന് പട്ടിയുടെ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവർ ആമയുമായിട്ട് സിമിലാരിറ്റി വരുന്ന ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മൾ അവരെ ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജീവിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം അല്ലേ? ഡിസ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതിന് നല്ലൊരു പേര് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. ഈ സയൻസിന് അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് പറയുന്ന പേരാണെന്ത്? ടാക്സോണമി. കൂടുതലൊന്നും പഠിക്കേണ്ട, ഇത് മാത്രം ഓർക്കുക. സയൻസ് ഓഫ് നെയിമിംഗ്, ഡിസ്ക്രൈബിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ഓർഗാനിസം ഈസ് നോൺ ആസ് ടാക്സോണമി. എന്താണ്? സയൻസ് ഓഫ് നെയിമിംഗ്, ഡിസ്ക്രൈബിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ഓർഗാനിസം ഈസ് നോൺ ആസ് ടാക്സോണമി. ഓക്കെ, ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം, ആരാണ് ക്ലാസിഫിക്കേഷൻ തുടങ്ങി വെച്ചത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ആരാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ തുടങ്ങി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ ഓഫ് സുവോളജിയും ഫാദർ ഓഫ് ബയോളജിയുമായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജിയും ഫാദർ ഓഫ് ബയോളജിയുമായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ഏർലി അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പം അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാബിറ്റേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ജീവികളെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ തരം തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ഓരോ ജീവികളെയും അതിൻ്റെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. ഏറ്റവും ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വാസസ്ഥലത്തിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. അതായത് പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളത്തിൽ ജീവിക്കുന്ന ജീവികളെല്ലാം ഒരു ഗ്രൂപ്പ്, മരത്തിൽ ജീവിക്കുന്നവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്, വെള്ളത്തിൽ ജീവിക്കുന്നവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ്, ഇങ്ങനെ തിരിച്ചു. അപ്പം നമുക്കത് കേൾക്കുമ്പോഴേ മനസ്സിലാവും അതത്ര നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ മനുഷ്യന്മാരെ തന്നെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർ, വീട്ടിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ കുടിലിൽ ജീവിക്കുന്നവർ, ഓടിട്ട വീട്ടിൽ ജീവിക്കുന്നവർ, ടെറസിട്ട വീട്ടിൽ ജീവിക്കുന്നവർ, ഇങ്ങനെ പലതായിട്ട് നമുക്ക് തിരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ. അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊന്നും കിട്ടാനില്ല. അവർ താമസിക്കുന്ന പല സ്ഥലത്താണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫസ്റ്റ് ജീവികളെ ക്ലാസിഫൈ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ഹാബിറ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുടെ ബേസിസിലാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്തത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. വർഷം ഓർക്കുക 1758. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ വർഷം 1758. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1758. ആരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്? നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൾ ലിനേയസ് ആണ്. ആരാണ്? കാൾ ലിനേയസ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാൾ ലിനേയസ്. അദ്ദേഹം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജീവികളെയും പ്ലാന്റ്സ്, അനിമൽസ് എന്നുള്ള രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എങ്ങനെ തിരിച്ചു? പ്ലാന്റ്സ്, അനിമൽസ് എന്നുള്ള രണ്ട് ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനെയും അദ്ദേഹം കിങ്ഡംസ് എന്നാണ് വിളിച്ചത്. ഓരോ വലിയ ഗ്രൂപ്പിനെയും അദ്ദേഹം എന്ത് വിളിച്ചു? കിങ്ഡംസ് എന്ന് വിളിച്ചു. അപ്പോൾ കാൾ ലിനേയസ് ജീവികളെ രണ്ട് കിങ്ഡമാക്കി തിരിച്ചു. ആദ്യത്തേത് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റിക്കകത്ത് ആര് വരും? പ്ലാന്റ്സ് എല്ലാവരും വരും. രണ്ടാമത്തേത് കിങ്ഡം അനിമേലിയ. ഈ കിങ്ഡം അനിമേലിയക്കകത്ത് ആര് വരും? അനിമൽസ് വരും. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനെ പറ്റി ഇത്ര നേരം എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് ജീവികളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ജീവികളെ അവരുടെ വാസസ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഹാബിറ്റേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1758 ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാൾ ലിനേയസ് ആണ്. അദ്ദേഹം അന്ന് അവൈലബിൾ ആയിരുന്ന ജീവികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ജീവികളെ രണ്ട് കിങ്ഡംസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഒന്നാമത്തെ കിങ്ഡം കിങ്ഡം പ്ലാന്റ്, അതിനകത്ത് പ്ലാന്റ്സ് എല്ലാവരും വന്നു. രണ്ടാമത്തെ കിങ്ഡം അനിമേലിയ, അതിനകത്ത് ആനിമൽസ് വന്നു. ഇനി കാൾ ലിനേയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടാക്സോണമി അല്ലേ, സയൻസ് ഓഫ് നെയിമിങ്, ഡിസ്ക്രൈബിങ് ആൻഡ് ക്ലാസിഫയിങ് ഓർഗാനിസംസ് ആണ് ടാക്സോണമി. അപ്പോൾ ഈ ടാക്സോണമിയുടെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൾ ലിനേയസ് ആണ്. സോ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1758 നടത്തിയത് കാൾ ലിനേയസ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടാക്സോണമി. കാൾ ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി. ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി. ഫാദർ ഓഫ് ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. പക്ഷേ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി ആരാണ്? കാൾ ലിനേയസ് ആണ്. സോ കാൾ ലിനേയസ് ഈസ് ദ ഫാദർ ഓഫ് ടാക്സോണമി ആൻഡ് മോഡേൺ ബോട്ടണി. ടാക്സോണമിയുടെയും മോഡേൺ ബോട്ടണിയുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കാൾ ലിനേയസ് ആണ്. അദ്ദേഹമാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ രണ്ട് ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. കാൾ ലിനേയസിൻ്റെ രണ്ട് ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്, അതും കൂടെ ഓർക്കുക. ആദ്യത്തേതാണ് സിസ്റ്റമ നാച്ചുറേ. രണ്ടാമത്തെ ബുക്കാണ് ജനേറ പ്ലാന്റാരം. അപ്പോൾ കാൾ ലിനേയസിന് രണ്ട് ഫേമസ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. ആദ്യത്തെ ബുക്ക് സിസ്റ്റമ നാച്ചുറേ,
രണ്ടാമത്തേത് ജനേറ പ്ലാന്റാര. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി എന്തൊക്കെ പറഞ്ഞു? കാളിനേസ് ആണ് നടത്തിയത്. ജീവികളെ 2 കിങ്ഡമായിട്ട് തിരിച്ചു, കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയയും. കാളിനേസ് ഫാദർ ഓഫ് ടാക്സോണമി, അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്നറിയപ്പെടുന്നു. അദ്ദേഹം 2 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, സിസ്റ്റമാ നാച്ചുറയും ജനേറ പ്ലാന്റാരവും. അടുത്തത് 3 കിങ്ഡമും 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷനും 4 കിങ്ഡം ക്ലാസിഫിക്കേഷനും അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്, അതായത് 2 കഴിഞ്ഞു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി, പക്ഷേ 5 കിങ്ഡത്തിൻ്റെ അത്ര അഡ്വാൻസ്ഡ് ആകാത്ത 2 ക്ലാസിഫിക്കേഷൻസ് ആണ് 3 കിങ്ഡവും 4 കിങ്ഡവും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷേ എന്നാലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആരൊക്കെയാണ് ചെയ്തതെന്ന് അറിയണം. അപ്പം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് 3 കിങ്ഡം ഒക്കെ വരണമെങ്കിൽ അതിനൊരു കാരണം വേണം അല്ലേ? അതിൻ്റെ കാരണം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് അല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്ലാന്റ്സ് അനിമൽസ് 2ആയിട്ട് തിരിച്ചു. അപ്പോൾ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അവർക്ക് വേരുണ്ടായിരിക്കും, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അവരൊരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കും, അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മഷ്റൂംസിനെ എടുത്തു. ഓക്കെ, മഷ്റൂംസ് അല്ലെങ്കിൽ കൂണുകൾ എടുത്തു. ഈ കൂണിൻ്റെ പ്രത്യേകത എന്താണ്? അവരെ കാണാൻ പ്ലാന്റ്സിനെ പോലെ ഇരിക്കും അല്ലേ? അവർക്ക് വേരുണ്ട്, മണ്ണിൽ ഉറച്ചു നിൽക്കും, നമുക്ക് കാണുമ്പോൾ പ്ലാന്റ് ആണെന്ന് തോന്നും. പക്ഷേ കൂണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവ് ആർക്കില്ല? കൂണുകൾക്കില്ല. അപ്പോൾ ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? ഇവരെ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർ മൂവ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിവരെ അനിമലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അനിമൽസ് കാണിക്കേണ്ട ഒരു ക്വാളിറ്റീസും ഇവർ കാണിക്കുന്നില്ല, അപ്പോൾ നമുക്കിവരെ അനിമലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലാ അനിമൽസിനും കണ്ണും മൂക്കും ചെവിയും അങ്ങനത്തെ ഒരുപാട് അനിമൽസിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതൊന്നും കാണിക്കുന്നില്ല, പ്ലാന്റ്സിൻ്റെ സ്വഭാവവും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് പ്ലാന്റുമല്ല അനിമലുമല്ല, മറ്റൊരു ഗ്രൂപ്പാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ആ ഗ്രൂപ്പാണ് പിന്നീട് ഫംഗസ് എന്നറിയപ്പെടുന്നത്. ഫംഗസ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ബാക്ടീരിയകൾ അല്ലേ? ബാക്ടീരിയകൾ പ്ലാന്റ് ആണോ അനിമൽ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം ചില ബാക്ടീരിയകൾക്ക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുണ്ട്, ചില ബാക്ടീരിയകൾക്ക് അതിനുള്ള കഴിവില്ല. ചില ബാക്ടീരിയകൾ രോഗമുണ്ടാക്കും, ചില ബാക്ടീരിയകൾ രോഗമുണ്ടാക്കിയാൽ നമുക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ബാക്ടീരിയക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയയെ നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കണം എന്ന് അറിയാൻ പറ്റാതായിപ്പോയി. അങ്ങനെ ഓരോരുത്തരെയും വെക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം സ്ഥലത്തിൻ്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ പ്രത്യേകം കിങ്ഡങ്ങളുടെ ആവശ്യം വന്നു. പ്ലാന്റ്സും അനിമൽസും മാത്രം നമുക്ക് തികയാതെ വന്നു. അങ്ങനെയാണ് 3 കിങ്ഡം 4 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഓരോന്നും ചെയ്തത് ആരൊക്കെയാന്ന് നോക്കുക. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേരാണ് ഏൺസ്റ്റ് ഹാക്കിൽ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആള് ഏൺസ്റ്റ് ഹാക്കിൽ. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേരെന്താണ്? ഏൺസ്റ്റ് ഹാക്കിൽ. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേരാണ് ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേര് ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. ഓക്കെ, അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് കാളിനേസ്, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഏൺസ്റ്റ് ഹാക്കിൽ. എന്താണ് ഏൺസ്റ്റ് ഹാക്കിൽ? നിങ്ങൾക്ക് ആദ്യം പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണും, കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുക, നിങ്ങൾ ഓർത്തോളൂ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഞാൻ വാക്കുകൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കുറച്ച് പ്രാവശ്യം കേൾക്കുക, കുറച്ച് പ്രാവശ്യം പറയുക, 2-3 പ്രാവശ്യം എഴുതുക, നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏൺസ്റ്റ് ഹാക്കിൽ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് നടത്തിയത്? ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. അപ്പോൾ ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റേയും അനിമേലിയയും ഉണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം പുതിയൊരു കിങ്ഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് പ്രൊട്ടിസ്റ്റ. ഓക്കെ, ആദ്യമേ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന പ്ലാന്റ്സും അനിമൽസും എവിടെയും ഉണ്ട്? 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലുമുണ്ട്. പക്ഷെ അദ്ദേഹം പുതിയൊരു കിങ്ഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കിങ്ഡത്തിൻ്റെ പേരാണ് എന്ത്? പ്രൊട്ടിസ്റ്റ. അദ്ദേഹം പുതിയ ഒരു കിങ്ഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ കിങ്ഡത്തിൻ്റെ പേര് പ്രൊട്ടിസ്റ്റ. അത് കഴിഞ്ഞു 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. ആരാണ്? ഹെർബർട്ട് എഫ് കോപ്ലാൻഡ്. അദ്ദേഹം ഇതിനു മുന്നേ ഉണ്ടായിരുന്ന കിങ്ഡം അനിമേലിയയും കിങ്ഡം പ്ലാന്റേയും
കിങ്ഡം പ്രൊട്ടിസ്റ്റയും അതുപോലെ വെച്ചു. പുതിയ ഒരു കിങ്ഡത്തിനെ കൊണ്ടുവന്നു, അതാണ് കിങ്ഡം മൊണേറ. പുതിയൊരു കിങ്ഡത്തിനെ കൊണ്ടുവന്നു, അതാണ് കിങ്ഡം മൊണേറ. അതിനുശേഷം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വന്നു. അതിനുശേഷം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് R.H. വിറ്റക്കർ. അതിനുശേഷം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളുടെ പേര് R.H. വിറ്റക്കർ അല്ലെങ്കിൽ റോബർട്ട് എച്ച് വിറ്റക്കർ. വർഷം ഓർക്കുക 1969. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു, ആരാണ് നടത്തിയത്? കാൾ ലിനേയസ്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു, ആര് നടത്തി? ഏൺസ്റ്റ് ഹാക്കിൽ നടത്തി. അത് കഴിഞ്ഞ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു, ഹെർബർട്ട് എഫ് കോപ്ലാൻഡ് നടത്തി. അത് കഴിഞ്ഞ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു, ആരാണ്? R.H. വിറ്റാക്കർ. R.H. വിറ്റാക്കർ ആണ് എന്ത് ചെയ്യുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. വർഷം 1969. വർഷം 1969. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗൈ എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂമുകൾ അല്ലെങ്കിൽ കൂണുകളൊക്കെ വരുന്ന ഫംഗൈ എന്ന് പറയുന്ന പുതിയൊരു കിങ്ഡത്തിനെയും കൂടെ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ R.H. വിറ്റക്കർ ഇൻക്ലൂഡ് ചെയ്ത കിങ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫംഗൈ അല്ലെങ്കിൽ ഫംഗസ് ആണ്. അദ്ദേഹത്തിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ കിങ്ഡംസ് നമ്മൾ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം പറയാം, കൂടെ പറഞ്ഞോളൂ, നിങ്ങളും പഠിക്കും. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. ഒരു പ്രാവശ്യം കൂടെ. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. എങ്ങനെയാണ് R.H. വിറ്റക്കർ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ആനിമൽസിനെ 5 കിങ്ഡംസ് അല്ലെങ്കിൽ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ എന്ന് പറയുന്ന 5 ഗ്രൂപ്പുകളായിട്ട് R.H. വിറ്റക്കർ 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തി. ഓക്കെ, ഇതിനകത്ത് ഓരോ കിങ്ഡവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനു മുന്നേ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് ഒരു പെയ്ഡ് കോഴ്സിലൂടെ പഠിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമി സ്പെഷ്യലായിട്ട് ഗ്രൂപ്പ് ഡി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സയൻസ്, GK, റീസണിങ്, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ നടക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു വെക്കും, ക്ലാസിഫിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരും. പക്ഷേ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കേണ്ടി വരും അല്ലേ, അങ്ങനെ പഠിക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, നിങ്ങൾ പെയ്ഡ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഇവിടുത്തെ വീഡിയോസിലും നമ്മൾ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. പക്ഷെ അതല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ പഠിച്ച് നിർത്തുവാണ്. പക്ഷേ അങ്ങനെയല്ലാതെ ഓരോ കിങ്ഡത്തിൻ്റെയും പ്രത്യേകത, ഓരോ കിങ്ഡത്തിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിനെ പറ്റിയിട്ട് ചിന്തിക്കാവുന്നതാണ്. 3000 റുപ്പീസാണ് ഇപ്പോൾ കോഴ്സിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു കോഴ്സ് ഫീസിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നിങ്ങളെ കൊണ്ട് ഈ കോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ ഒരു എഫേർട്ട് എടുക്കുക. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ എടുത്തു വെച്ചിട്ട് വായിക്കുക. ആ ടോപ്പിക്കിൻ്റെ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് പറ്റില്ല, അത്രയും എഫേർട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ കോഴ്സ് നിങ്ങൾക്കൊരു നല്ല ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം ക്യാപ്സ്യൂളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ
ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഓഫ്ലൈൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ. ഇനി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 നമ്പേഴ്സിലേക്ക് വിളിക്കാം. അതായത് 8075753676 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്കോ. ഒരിക്കൽ കൂടെ പറയാം, 8075753676 അല്ലെങ്കിൽ 7012615062. ഈ 2-ൽ ഏത് നമ്പറിലേക്ക് വിളിച്ചാലും അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ R.H. വിറ്റക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു. 1969 അദ്ദേഹം 5 കിങ്ഡംസ് ആയിട്ട് തിരിച്ചു: മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വിട്ടുപോയി. അതിതാണ്, നമ്മൾ പറഞ്ഞു കാളിനേസ് എഴുതിയ 2 ബുക്ക് ഉണ്ടല്ലേ, എന്തൊക്കെയാണ്? സിസ്റ്റമ നാച്ചുറയും ജനേറ പ്ലാന്റാരോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്ന് വിളിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാളിനേസ് ആണ്. കാളിനേസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് ഒരു ജീവിക്ക് 2 പേരുകൾ, പേരും ഇനിഷ്യലും കൊടുക്കുന്ന പോലെ 2 പേരുകളുള്ളൊരു പേര് ജീവിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കാളിനേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മീൻ, ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നെത്തോലി എന്ന് പറയുന്നൊരു മീനുണ്ട്. വളരെ ചെറിയ ഒരു ഇത്രയുള്ളൊരു മീനാണ്. ഓക്കെ, അതിന് മറ്റൊരു നാട്ടിൽ എനിക്കറിയാം, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്, ഞങ്ങൾ അതിനെ നെത്തോലി എന്നാണ് വിളിക്കുന്നത്. ഇതേ മീനിനെ കൊഴുവാന്ന് വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മലബാർ ആ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു കൊഴുവാന്ന് വിളിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. കൗപ്പ എന്ന് പറയുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, കേരളത്തിൽ തന്നെ ഒരു മീനിന് 3 പേരാണ്. ഒരു ചുവന്ന കളറുള്ളൊരു മീനുണ്ട്. ഓക്കെ, അപ്പോൾ ആ മീനിനെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നത്, ട്രിവാൻഡ്രത്തൊക്കെ വിളിക്കുന്നത് നവര എന്നാണ്. ചില നാടുകളിൽ അതിനെ ഉണ്ണിമേരി എന്ന് വിളിക്കാറുണ്ട്. ചില നാടുകളിൽ അതിനെ പുതിയാപ്പിള എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ പല പേരുകൾ ഒരേ ജീവിക്ക് തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ പറയാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പോയിട്ട് വേറൊരാളോട് സംസാരിക്കും, വേറൊരു സംസ്ഥാനത്തിലോ ജില്ലയിലുള്ള ഒരാൾക്ക് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലുള്ള ഒരാൾക്ക് സംസാരിക്കുകയാണെങ്കിൽ, അല്ലേ, അതൊക്കെ എന്താ പറയുക, നമുക്ക് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ പോകും. അപ്പോൾ സയൻസിൽ നമുക്ക് എല്ലാ ജീവികൾക്കും ഒരേ പേരേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ 2 പേരടങ്ങുന്ന ഒരു സിസ്റ്റം കൊടുത്തത്. ആ സിസ്റ്റം കൊണ്ടുവന്നത് കാളിനേസ് ആണ്. ഈ സിസ്റ്റത്തിൽ ജീനസ് നെയിം ഈസ് ഫോളോഡ് ബൈ സ്പീഷ്യസ് നെയിം. ഒരു ജീവിയുടെ ജീനസിൻ്റെ പേര് അതിൻ്റെ സ്പീഷ്യസിൻ്റെ പേരിന് ശേഷം വരും. ജീനസ് നെയിം ഈസ് ഫോളോഡ് ബൈ സ്പീഷ്യസ് നെയിം. ഫോർ എക്സാമ്പിൾ, മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക മാവിൻ്റെ പേരാണ്. മാവില്ലേ, മാങ്ങ ഉണ്ടാകുന്ന മാവിൻ്റെ പേരാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. അതിനെ ഫോളോ ചെയ്ത് എന്ത് വരും? സ്പീഷ്യസ് നെയിം വരും. ജീനസ് നെയിം ഫോളോഡ് ബൈ സ്പീഷ്യസ് നെയിം. മാഞ്ചിഫെറ ഇൻഡിക്കയിൽ ജീനസ് നെയിം ഈസ് ഫോളോഡ് ബൈ സ്പീഷ്യസ് നെയിം. ഇങ്ങനെ 2 പേരുകൾ ഒന്നിച്ചിടുക. അവിടെ തന്നെ ആദ്യം ജീനസ് നെയിമും പിന്നെ സ്പീഷ്യസ് നെയിമും ഇടുക. ഈ സിസ്റ്റത്തിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കാളിനേസ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ജീനസ് നെയിം ഈസ് ഫോളോഡ് ബൈ സ്പീഷ്യസ് നെയിം. ആദ്യം വരുന്നത് ജീനസ് നെയിമാണ്. ഇനി ഈ ഓർഡറും കൂടെ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ്റെ ഓർഡറാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. കിങ്ഡമാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. അവിടെ നിന്ന് നമ്മൾ പിന്നെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇവരെ തിരിക്കുവാണ്. അതായത് ഒരു കിങ്ഡത്തിൻ്റെ കീഴിൽ തന്നെ കുറേ ഫൈലംസ് ഉണ്ടാവും. ഓരോ ഫൈലത്തിൻ്റെ കീഴിലും 3-4 ക്ലാസ്സുകൾ വെച്ചുണ്ടാവും. ഓക്കെ, ഓരോ ക്ലാസ്സിൻ്റെ കീഴിലും വീണ്ടും ഓർഡറുകൾ ഉണ്ടാവും. ഓരോ ഓർഡറിൻ്റെ കീഴിലും ഫാമിലി ഉണ്ടാവും,
ഫാമിലിയുടെ കീഴിൽ ജീനസ് ഉണ്ടാവും, ജീനസിൻ്റെ കീഴിലൊരു സ്പീഷ്യസ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ്റെ ഓർഡർ കിങ്ഡമാണ്, ഏറ്റവും വലിയ ഗ്രൂപ്പ് കിങ്ഡമാണ്, ഏറ്റവും ചെറിയ ഗ്രൂപ്പ് സ്പീഷ്യസ് ആണ്. ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിങ്ഡമാണ്, ഏറ്റവും ചെറിയ ഗ്രൂപ്പ് സ്പീഷ്യസ് ആണ്. ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഓക്കെ, KPC ഓഫ് GS ഇങ്ങനെ ഓർത്താൽ മതി. KPC ഓഫ് GS, KPC ഓഫ് GS, KPC ഓഫ് GS. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. എന്താണ്? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഒരു പ്രാവശ്യം കൂടെ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. വലിയ ഗ്രൂപ്പ് കിങ്ഡം, ചെറിയ ഗ്രൂപ്പ് സ്പീഷ്യസ്, വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഓർഡർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഓരോ കിങ്ഡവും എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് +1 NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് റെഫർ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും, പ്രീവൈക്യൂസും കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം കണ്ടന്റുകൾ ഇവിടെ തരാനും ഞാൻ ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ടൈം. ഹാപ്പി ലേണിംഗ്. ബൈ.